ഹലോ ഗൈസ്, വാൽപ്പാറയിൽ നിന്ന് 15 കിലോമീറ്റർ മാറി തലനാർ എസ്റ്റേറ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത്. എക്സോട്ടിക് ബീസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ വാൽപ്പാറയിലാണ് ഉള്ളത്. വാൽപ്പാറയിൽ ഇന്നലെ രാത്രി വന്നു. നമ്മുടെ റൂമൊക്കെ എടുത്ത് താമസിച്ചു, ഞാനും കാർത്തിക്കും കൊണ്ട് കൂടെ. ഇപ്പോൾ അടുത്ത ദിവസം രാവിലെ 7 മണി റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് ഇന്നത്തെ ദിവസം ഞങ്ങൾ പോകാൻ വേണ്ടി പോകുന്നത് ഇവിടെ നിന്ന് തലനാർ എസ്റ്റേറ്റിലേക്കാണ് കേട്ടോ. അത്യാവശ്യം ഹൈ റേഞ്ച് ആയിട്ടുള്ള സ്ഥലം. ഇവിടെ നിന്നൊരു 15 കിലോമീറ്റർ ആണ് തലനാർ എസ്റ്റേറ്റ് വരെയുള്ള ദൂരം. നല്ല തണുപ്പുണ്ട്, ചെറിയൊരു തണുപ്പുണ്ട്, ഭയങ്കര തണുപ്പൊന്നുമല്ല, ഒരു സഹിക്കാൻ പറ്റുന്ന തണുപ്പ് തന്നെയാണ്. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ റൂമിൻ്റെ വ്യൂ. കണ്ടോ, വാൽപ്പാറ ടൗണിനടുത്ത് തന്നെ. ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് റോഡൊക്കെ വരുന്നത്, ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് റോഡൊക്കെ വരുന്നത്. നമ്മളിത് മൂന്നാമത്തെ നിലയിലാണ് ഇപ്പം റൂം എടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ല റൂമാണ് കേട്ടോ. കണ്ടോ, കാർത്തിക് കൊണ്ട് കൂടെ. റെഡിയാടാ, പോവാം. ഓക്കെ, അപ്പോൾ ഇനി നേരെ തലനാർ എസ്റ്റേറ്റിലേക്ക് രാവിലെ തന്നെ പോകാനുള്ള പരിപാടിയാണ്. തലനാർ എസ്റ്റേറ്റിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് വേറെ എവിടെയെങ്കിലുമൊക്കെ കൂടെ പോകണം. കാരണം ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് തിരിച്ചിനി നാട്ടിലേക്കല്ല തിരിച്ചിനി എറണാകുളത്തേക്ക് പോകാനുള്ള പരിപാടി. തിരിച്ച് വന്ന വഴിക്ക് തന്നെ അതിരപ്പള്ളി റൂട്ട് തന്നെയാണ് തിരിച്ച് പോകാൻ വേണ്ടി പോണത്. അപ്പോൾ വാൽപ്പാറയിൽ ഇത് 2ാമത്തെ പ്രാവശ്യമാണ് ഞാൻ പറഞ്ഞത്. ആദ്യം വന്ന സമയത്ത് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു. ഇനി ഒരു വെള്ളച്ചാട്ടത്തിലേക്കൊക്കെ പോകണമെന്നുണ്ട്. നോക്കട്ടെ, ലൊക്കേഷനൊക്കെ നോക്കിയിട്ട് കുളിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ പോകാം. ഇവിടെ ചെറിയ മഴയൊക്കെ ഉണ്ട് കേട്ടോ. മെനിഞ്ഞാന്നൊക്കെ ഇവിടെ മഴ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ചെറിയ തണുപ്പുണ്ട്. ഇന്നലെ രാത്രിയും ചെറിയൊരു മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു, മഴ ചാറിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കൊള്ളാം, നല്ല തണുപ്പുണ്ട്, അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. നമ്മുടെ ആ ചൂടിൽ നിന്നൊക്കെ മാറിയായിരുന്നു, സിറ്റി ലൈഫിൽ നിന്നൊക്കെ മാറിയിരുന്നു എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം തന്നെയാണ് വാൽപ്പാറ. ഇന്നലെ ബൈ ചാൻസിൽ പ്രതീക്ഷിക്കാതെ പുള്ളിപ്പുലിയെ കാണാൻ പറ്റി. നൈസായിരുന്നു. നൈറ്റ് ആയതുകൊണ്ട് അങ്ങനെ കൂടുതൽ വിഷയമൊന്നും കിട്ടിയില്ല. നൈറ്റ് കാണാൻ ഭയങ്കര പാടാണ്. നൈറ്റ് ആണെങ്കിൽ നമുക്ക് ക്യാമറയിലൊന്നും കിട്ടാൻ ഭയങ്കര പാടാണ്. പക്ഷേ നേരിട്ട് നമുക്ക് കാണാൻ പറ്റി, ടോർച്ചൊക്കെ അടിച്ച് നോക്കിയപ്പോൾ കാണാൻ പറ്റി. അടിപൊളി. വാൽപ്പാറയിൽ ഭയങ്കരമായിട്ട് പുലിയുടെ പ്രശ്നമുണ്ട്. ഇതുപോലെ തേയിലത്തോട്ടങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലൊക്കെ ഇതുപോലെ പുലികളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. രാത്രിയിലൊക്കെ പോലീസുകാരൊക്കെ വന്ന ആൾക്കാർ 11 മണിക്ക് ശേഷം റോഡിൽ നിൽക്കുന്നവരടുത്തൊക്കെ എത്രയും പെട്ടെന്ന് റൂമിനകത്തേക്ക് പോകാൻ പറയുന്നുണ്ട്. കാരണം നൈറ്റൊക്കെ അനിമൽസൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. കരടിയും പുള്ളിപ്പുലിയൊക്കെ ഇങ്ങനെ റോഡിൽ കൂടെയൊക്കെ നടക്കാനുള്ള ചാൻസൊക്കെ ഉണ്ട്. സോ അതൊക്കെ സേഫ്റ്റിയൊക്കെ നോക്കിയിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ സമയം കളഞ്ഞില്ല, വേഗനി തലനാർ എസ്റ്റേറ്റിലേക്ക് പോകാം. വാൽപ്പാറയിൽ കാണാൻ പറ്റുന്ന പ്രധാന അട്രാക്ഷൻസ് ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓരോ റൂട്ടിലും നമുക്ക് എന്തൊക്കെ സ്ഥലങ്ങൾ കാണാമെന്നുള്ള കാഴ്ചകളൊക്കെ കിലോമീറ്റർ എത്രയാണ് വാൽപ്പാറ എന്നുള്ള ഡിസ്റ്റൻസൊക്കെ നമുക്കിവിടെ കാണുന്നുണ്ട്. കണ്ടോ, ഇത്രയും സ്ഥലങ്ങൾ നമുക്ക് വാൽപ്പാറയിൽ നിന്നും പല റൂട്ടുകളിലേക്കും പോകാൻ പറ്റുന്ന കാഴ്ചകൾ കാണാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. ഗൈസ്, ഇതാണ് കേട്ടോ വാൽപ്പാറ ടൗണ്. നമ്മൾ റൂം എടുത്തേക്കുന്നത് ഇതുപോലെ MJP ഇതാണ് ഹിൽ വ്യൂ ഹോം സ്റ്റേ. ഇവിടെയാണ് നമ്മൾ റൂം എടുത്തേക്കുന്നത്. കഴിഞ്ഞാണ് ഞാൻ വന്നപ്പോൾ റൂം എടുത്തത് അപ്പുറത്താണ് കേട്ടോ, മൈന ലോഡ്ജിലാണ്. ഇതിന് ഓപ്പോസിറ്റ് ഒരു പള്ളിയൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ലാൻഡ്മാർക്ക്. ഇവിടെ നിന്ന് താഴോട്ടാണ് നമുക്ക് പോകേണ്ടത്. താഴോട്ടാണ് നമ്മൾ വന്നത്, അതിരപ്പള്ളിയിൽ നിന്ന്. ഇത് നമ്മൾ തലനാർ എസ്റ്റേറ്റിലേക്ക് പോകുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള വഴിയാണ്. അതായത് പൊള്ളാച്ചി റൂട്ടിലാണ്. അങ്ങോട്ടാണ് പൊള്ളാച്ചി റൂട്ട്. അവിടേക്കാണ് നമ്മൾ നേരെ പോകാൻ വേണ്ടി പോകണം കേട്ടോ. ബാ, രാവിലെ ആദ്യം നമുക്കൊന്ന് പെട്രോൾ അടിക്കണം. ഇതാണ് കേട്ടോ പമ്പ്. നമ്മുടെ നാട്ടിലേക്കാളും കുറച്ച് വില കുറവാണ്. നമ്മുടെ നാട്ടിലെ പോലെയുള്ള കേട്ടോ. ഇവിടെ പെട്രോളിന് 6 രൂപ കുറവാണ് കേട്ടോ. 109 രൂപ ഉള്ളൂ ഇവിടെ പെട്രോൾ. നമ്മുടെ നാട്ടിലൊക്കെ 115 അല്ലേ കേരളത്തിൽ. ഇവിടെ തമിഴ്നാട് ആയതുകൊണ്ട് തന്നെ റേറ്റ് കുറവാണ്. 109. ഞാൻ കാണിച്ചു തരാം. അതുണ്ടോ, ഇതാണ് തമിഴ്നാട്ടിലെ, അതായത് വാൽപ്പാറയിലെ പെട്രോൾ 109 രൂപ 54 പൈസ. എന്താ അല്ലേ, അടിച്ച് നിർത്തും.
എന്തായാലും പെട്രോളിന് റേറ്റ് കുറയായതുകൊണ്ട് നമ്മൾ എന്തായാലും ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കാൻ വേണ്ടി പോകാം കേട്ടോ. നമുക്ക് എൻ്റെ വണ്ടി സെറ്റ് ചെയ്ത് കൊടുക്കും ക്യാമറ അങ്ങനെ മോളിലുണ്ടാവും. ചോക്ലേറ്റൊക്കെ ഉണ്ട്. അത് കൊള്ളായിരുന്നു. കഴിഞ്ഞോടെ വന്നപ്പോൾ ഉത്സവം നടന്ന അമ്പലം. ഓൾമോസ്റ്റ് 1 കിലോമീറ്ററോളം ദൂരത്തിലാണ് കേട്ടോ വാൽപ്പാറ ടൗൺ സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന സ്ഥലം തന്നെയാണ്. ഒരുപാട് കടകളും മാർക്കറ്റുകളൊക്കെ ഉള്ള ഏരിയ ആണ്. അതുപോലെ തന്നെ പള്ളി, അമ്പലം തുടങ്ങിയ സ്ഥലങ്ങൾ, അതുപോലെ തന്നെ മാർക്കറ്റൊക്കെ ഉണ്ട്. ഒരുപാട് ഹോം സ്റ്റേയും ഹോട്ടൽസൊക്കെ ഒരുപാട് അവൈലബിൾ ആണ്. പിന്നെ ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. അതുപോലെ തന്നെ റേറ്റും കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ വരുന്നത് വീക്ക് ഡേയ്സിലൊക്കെ ആണെങ്കിൽ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലൊക്കെ നമുക്ക് റൂം കിട്ടും. ശനിയാഴ്ച ദിവസങ്ങളൊക്കെ നല്ല റേറ്റ് കൂടുതലായിരിക്കും കേട്ടോ. പിന്നെ ചുറ്റും നമുക്ക് തേയിലത്തോട്ടങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ മൃഗങ്ങളുടെ സാന്നിധ്യവും അത്യാവശ്യം കൂടുതലാണ്. രാവിലെ തന്നെ അതാ ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് മഴയല്ല, സ്നോ ഷവറിങ് ആണ്. ചെറിയ രീതിയിൽ നമ്മൾ നടന്നു പോകുമ്പോഴും നമുക്ക് കുടയൊന്നും ആവശ്യമില്ല. പക്ഷേ നമ്മൾ ബൈക്കിൽ പോകുമ്പോൾ എന്തായാലും കുറേ നേരമൊക്കെ ആകുമ്പോഴത്തേക്കും നനയും. അതുകൊണ്ട് നമ്മൾ റെയിൻ കവറും കൂടെ എടുത്തിട്ടുണ്ട്. ആദ്യം ഫുഡ് കഴിക്കാം, എന്നിട്ട് പോകാം. മഴയുണ്ട്, മഴ മഴ. വാൽപ്പാറയിൽ നിന്നും പൊള്ളാച്ചി റൂട്ടിലാണ് കേട്ടോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ചാലക്കുടി പൊള്ളാച്ചി ഹൈവേ ആണ്, അതായത് ഒറ്റ റോഡ് തന്നെയാണ്. കണ്ടില്ലേ, ഇതിനകത്ത് തന്നെ 41 ഹെയർ പിൻസ് ടോട്ടൽ നമുക്കിനി ഇറങ്ങണം പൊള്ളാച്ചിയിലേക്ക് പോകണമെങ്കിൽ. അതിൽ തന്നെ 30ാമത്തെ ഹെയർ പിൻ്റെ അവിടെ നിന്ന് തിരിഞ്ഞിട്ടാണ് നമുക്ക് ഇടത്തോട്ട് തലനാട് എസ്റ്റേറ്റിലേക്ക് പോകുന്ന വഴി. വാൽപ്പാറയിൽ നിന്നും കറക്റ്റ് തലനാട് എസ്റ്റേറ്റ് വരെ 15 കിലോമീറ്റർ, ഓൾമോസ്റ്റ് ഒരു 20-22 കിലോമീറ്ററോളം റോഡുണ്ട്. തലനാട് വാട്ടർഫോൾ എന്ന് പറയുന്ന ഒരു സ്ഥലം വരെ നമുക്ക് പോകാൻ പറ്റും. നമ്മൾ അങ്ങോട്ടാട്ടോ പോകാൻ വേണ്ടി പോണത്. ഒരു 4-5 ഹെയർ പിന്നൊക്കെ എത്തിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തണുപ്പും കോടമഞ്ഞൊക്കെ എത്തിയിട്ടുണ്ട്. ആ മഴയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചാറ്റൽ മഴയൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. എല്ലായിടത്തും നിറയ്ക്കാതെ ആവശ്യത്തിന് മതി. കേസ്കാടില്ലേ, ഇതാ ഈ ഒരു സ്ഥലത്ത് നമുക്ക് ഇവിടെ നിന്ന് ഉണ്ടല്ലേ, ഈ ഒരു ടൗണിൽ നിന്ന് താഴേക്ക് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് തലനാറ്. ഇവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ ഈ താഴേക്കുള്ള വഴിയാണ്. നേരെ പോയി കഴിഞ്ഞാൽ പൊള്ളാച്ചി റൂട്ടാണ്. പൊള്ളാച്ചി, പളനി, കോയമ്പത്തൂരൊക്കെ ഈ റൂട്ടാണ് കേട്ടോ. ഇത് എത്രാമത്തെ ഹെയർ പിൻ ബെൻഡാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെ ഒരു 10-30 കഴിഞ്ഞ് വന്നു. 30ാമത്തെ അവിടെ നിന്ന് വരുമ്പോൾ 30ാമത്തെ ബെൻഡൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. തലനാറ് അങ്ങോട്ടാണ് ഒരു 10 കിലോമീറ്റർ. അങ്ങോട്ടൊക്കെ വെയിലൊക്കെ അടിക്കുന്നുണ്ട്, പക്ഷെ നല്ല തണുപ്പ്, നല്ല കോടയുണ്ട്. ഓക്കെ, ടോപ്പിലാ ക്യാമറ അടിക്കുന്നു നോക്കട്ടെ. തലനാട് പോകുന്ന വഴിക്ക് ഉള്ള ടിക്കറ്റ് കൗണ്ടറാണ് കേട്ടോ ഇത്. ഒരാൾക്ക് 50 രൂപയാണ് ചാർജ്. പിന്നെ വണ്ടിക്കുള്ള പാർക്കിംഗ് ഫീസായിട്ട് 20 രൂപ കൂടെ വാങ്ങിക്കുന്നുണ്ട്. അതുവഴി ണ്ട്. ഗൈസ്, ബാക്കിലാണ് ടിക്കറ്റ് കൗണ്ടർ. അവിടെ നിന്ന് ഞാനൊരു മൈലിനെ കണ്ടിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയതും ആ കല്ലിൽ ഉറത്തുന്നൊരു ചെറിയൊരു പുല്ലിപ്പുളി ഇങ്ങോട്ട് കയറി. ഞാൻ വെച്ച് വലിയൊരു കീരി ഇരിക്കുന്നു. പിന്നെ മനസ്സിലായത് പുള്ളിപ്പുലിയാണ്. ഇതിൻ്റെ ഇടയിൽ എവിടെയോ കയറിയിട്ടുണ്ട് കേട്ടോ അത്. പക്ഷെ എൻ്റെ അമ്മോ, നീ നോക്കിയോ, ക്യാമറ ഓണാക്കി വെച്ചോ. ഈ കല്ലിൻ്റെ ഇതോട് താഴോട്ട് ഇറങ്ങും. വാൽപ്പാറ മൊത്തം കൊച്ചു പുള്ളിപ്പുലികളുടെ ഏരിയ കേട്ടോ, കേന്ദ്രം. എവിടെ തിരിഞ്ഞ് നോക്കിയാലും ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയുള്ളൂ, അപ്പോഴത്തേക്ക് കണ്ടതാണ്. അത് ക്യാമറ കറക്റ്റാണ് വിഷ്വൽ കിട്ടി. ഇതാ പിടിച്ചോ.
തലനാര് പോകുന്ന വഴിക്ക് ജസ്റ്റ് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ഇറങ്ങിയ കേട്ടോ. നല്ല കിടിലം ക്ലൈമറ്റ് കേട്ടോ, നല്ല അടിപൊളി. രാവിലെ ഇപ്പോൾ 9 മണി ആവുന്നേ ഉള്ളൂ കേട്ടോ. നല്ല കിടിലം ക്ലൈമറ്റ്, ആൾക്കാരൊക്കെ അന്വേഷിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ വാൽപ്പാറ ഇരിക്കുന്ന സ്ഥലത്തിൽ നിന്നും വീണ്ടും കുറച്ചുകൂടെ ഹൈ റേഞ്ച് മേലെയാണ് ഈ തലനാര് ഇരിക്കുന്നത്. അതായത് ഓൾമോസ്റ്റ് എല്ലാ ഹൈറ്റിൽ തന്നെ പോണത്. അതുകൊണ്ട് തന്നെ വാൽപ്പാറയെക്കാളും കൂടുതൽ കോടമഞ്ഞ് കിട്ടാനുള്ള ഏത് സമയത്തായാലും നമുക്കിവിടെ കോടമഞ്ഞ് കിട്ടും. പിന്നെ പറഞ്ഞ വഴി പുള്ളിപ്പുലിയും കണ്ടു. അതുകൊണ്ട് ഈ തേയിലത്തോട്ടങ്ങളുടെ ഇടയിൽ മറിഞ്ഞിരിക്കുന്ന ആൾക്കാരൊക്കെ എന്തായാലും ഉണ്ടാവും. എന്ന് വെച്ചാൽ ഡേഞ്ചറൊന്നുമല്ല, പുള്ളിപ്പുലികളൊക്കെ ഭയങ്കര ഡേഞ്ചറൊന്നുമല്ല. പക്ഷേ നമ്മൾ പെട്ടെന്ന് നമ്മൾ തൊട്ടടുത്ത് വെച്ച് കാണുമ്പോൾ അവർ പേടിച്ചിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഒന്ന് മുൻകരുതൽ എടുക്കുക, ഒന്ന് അലർട്ടായിട്ടിരിക്കുക നമ്മൾ പോകുന്ന സ്ഥലത്തൊക്കെ. തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലൊക്കെ കയറി ഫോട്ടോ എടുക്കുന്നവരാണെങ്കിൽ ഒന്ന് സൂക്ഷിച്ചും കൊണ്ടൊക്കെ ഫോട്ടോ എടുക്കുക. കിതയ്ക്കുന്നുണ്ട് മഞ്ഞെടുത്തിട്ട്. അയ്യോ, ഒരു കയറ്റം കയറിയതാ ഇപ്പം. ഗൈസ്, അങ്ങനെ തലനാർ എസ്റ്റേറ്റിൻ്റെ ടോപ്പിലാട്ടോ നിൽക്കുന്നത്. വ്യൂ പോയിന്റ് തൊട്ടപ്പുറത്താണ്, അതുവരെ നമുക്ക് അലൗഡ് ആയിട്ടുള്ളൂ. പിന്നെ എന്തായാലും അതിൻ്റെ ഇങ്ങോട്ടേക്കൊക്കെ റോഡുണ്ട്, പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഉള്ളിലേക്ക് ഉള്ളത്. പിന്നെ തലനാർ വാട്ടർഫോൾസ് ഒക്കെ ഉള്ളിലേക്കുണ്ട്. ഇവിടെ നിന്നൊരു ഇനിയൊരു 10 കിലോമീറ്ററോളൊക്കെ റോഡുണ്ട്. പക്ഷേ അലൗഡല്ല. അലൗഡ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ആരെയും കണ്ടു കഴിഞ്ഞാൽ അവർ ഫൈനൊക്കെ അടിക്കുമെന്നാണ് പറഞ്ഞു വിട്ടത് താഴെ നിന്നൊക്കെ. കുറേ ആൾക്കാർ അവിടെ ഇപ്പോൾ ഉണ്ട് വ്യൂ പോയിന്റിൽ. അപ്പോൾ നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടേക്ക് കയറിയതാണ്. കണ്ടില്ലേ, ഫുള്ള് തേയിലത്തോട്ടമാണ്. ഇതുവഴി നല്ല റോഡാണ്. അധികം ആളൊന്നുമില്ല ഇതിൻ്റെ അങ്ങോട്ടേക്ക്, വണ്ടികളൊന്നും വരുന്നില്ല. കുറേ നേരം ഞങ്ങളിവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. നല്ല കിടിലം ക്ലൈമറ്റ് കേട്ടോ, നല്ല അടിപൊളി ക്ലൈമറ്റാണ്. വാൽപ്പാറ റൂട്ടിലൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തലനാർ പോകണം കേട്ടോ. വാൽപ്പാറയിൽ നിന്നും കുറച്ചുകൂടെ ഹൈറ്റിലാണുള്ളത്. എപ്പോഴും ഫുള്ള് മഞ്ഞാണ്, രാവിലെയും പകലും ഒക്കെ മഞ്ഞാണ്. കണ്ടില്ലേ, വേറൊന്നും സാധനം കാണാനില്ല, ഫുള്ള് കോടയാണ് കേട്ടോ. സെറ്റ് ക്ലൈമറ്റ്. ഈ ക്ലൈമറ്റൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സിറ്റി ലൈഫിൽ നിന്നൊക്കെ ഒരു മാറി എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല കിടിലം ക്ലൈമറ്റ്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വീണ്ടും വാൽപ്പാറയിലേക്ക് വരാൻ തോന്നും. അങ്ങനത്തെ സ്ഥലമാണ് കേട്ടോ, സെറ്റ്. ചുറ്റും തേയിലത്തോട്ടം, അടിപൊളി. ഇല്ലേ, തേയില എവിടെ പോയാലും ഞാൻ തേയില നുള്ളാറുണ്ട്. ഇവിടെ നിന്ന് ഞാൻ നുള്ളി കുറച്ച് തേയില എടുക്കുന്നുണ്ട്. തേയിലയിൽ പുഴുവൊക്കെ ഇരിക്കുന്നുണ്ട്. തേയിലക്കള്ളൻ തേയില പറിച്ച് വീട്ടിൽ കൊണ്ടുപോകുന്നു. മോട്ടിക്കുന്നു തേയിലക്കള്ളം മോട്ടിച്ചോണ്ടിരിക്കുന്നു. തേയില എവിടെ പോയാലും തേയിലത്തോട്ടം കാണുമ്പോൾ തേയില കുറച്ച് എടുക്കുന്നത് എൻ്റെ പണ്ടോട്ടുള്ള ശീലമാണ് കേട്ടോ. കുറച്ച് തേയില എടുക്കും, എന്നിട്ട് സേവ് ചെയ്ത് വെച്ചിട്ട് വീട്ടിൽ കൊണ്ട് ഉണക്കി പൊടിച്ച് അതിൽ ചായ ഇട്ട് കുടിക്കും. എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കണമല്ലോ. ഗ്രീൻ ടീക്ക് നല്ലത് ഈ ഇളം തേയില എന്നാണ്, അതായത് കുരുന്നിലയാണെന്നാണ് പറയണത്. കുരുന്നിലൊക്കെ ആൾക്കാർ വെട്ടിയെടുത്ത് തന്നെ പോയിട്ടുണ്ട്. ഉള്ള തേയില എടുത്തിട്ട് കുറച്ചെടുത്തിട്ട് പോവാം. ഇതൊക്കെ എടുത്താണ് അത് ഞാനിവിടെ തേയിലക്കള്ളൻ തേയില കുറച്ച് പാഴ്സൽ വീട്ടിൽ കൊണ്ടുവന്നു. ഇത്ര എടുത്തോളൂ കേട്ടോ. ആ കാണുന്നതാണ് നമ്മൾ നേരത്തെ നിന്ന വ്യൂ പോയിന്റ്, സ്നോ പോയിന്റ് എന്നാണ് അതിന് പറയുന്നത്. പിന്നെ കണ്ടില്ല, ഇതൊക്കെ കാടാണ്. തലനാർ എസ്റ്റേറ്റിൻ്റെ ഉള്ളിലുള്ള പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇനി അങ്ങോട്ട് ഇനി അവിടെ ഒരു വ്യൂ പോയിന്റും കൂടെ ഉണ്ട്. അവിടേക്കാണ് നമ്മളിനി പോകാൻ വേണ്ടി പോണത് കേട്ടോ. ചായക്കടയുണ്ട്, മയിലിൻ്റെ സൗണ്ട്. കാടിൻ്റെ ആംബിയൻസ് നൈസായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. നൈസ്. മയിലുകൾ നോക്കണം, മയിൽ 2-3 മയിൽ, 3-4 മയിൽ. ഇറങ്ങണ്ട കറണ്ട് കമ്പിയൊക്കെ. ഇവിടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ട് കേട്ടോ. ഫെൻസിങ് ഒക്കെ വെച്ചിട്ടുണ്ട്. മയിൽ ഒരു 5-6 മയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെ കണ്ടിട്ട് ഞങ്ങളൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. എൻ്റെ അവിടെ ഉണ്ട് 1, 2, 3, 4, 5 എണ്ണം ഉണ്ട്. 5 ഫാൾസ് ഉണ്ട്. ആ, കാണാൻ പറ്റൂല്ലേ? കാണാൻ പറ്റുമോ, ഇറങ്ങാൻ പറ്റില്ല. ഓ, അത് ലൈറ്റായിട്ടൊരു കൈ പറഞ്ഞോ. ഇതിനകത്തോട്ടെ. ശരി ഓക്കെ ഏട്ടാ.
ഇവിടെ നിന്നൊരു 4 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ തലനാർ വാട്ടർഫോൾസ് എത്തും. ഡെഡ് എൻഡ് ആണെന്ന് പറയണേ, വാട്ടർഫോൾസിൽ ഇറങ്ങാൻ പറ്റില്ല എന്ന് പറയണേ. അതുവരെയാണ് നമുക്ക് റോഡുള്ളത്. നമ്മൾ ഇപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ അപ്പുറത്തെ ചേട്ടൻ പറഞ്ഞതാണ്. നമ്മൾ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇറക്കമാണ് താഴേക്ക്. ടോപ്പ് പോയിന്റിലാണ് കൂടുതലും മഞ്ഞുള്ളത്, കണ്ടില്ലേ? തലനാർ എസ്റ്റേറ്റ്. പോകുന്ന വഴിയിലുള്ള വാട്ടർഫോൾസാണ്. എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ് കേട്ടോ. ഇവിടെ എല്ലാം ഫെൻസിങ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇറങ്ങിയോ? ഇതുപോലെ താഴോട്ട് ഇറങ്ങാതിരിക്കാൻ വേണ്ടി ഇവിടെ ഫെൻസിങ് ഒക്കെ വെച്ചിട്ടുണ്ട്. വ്യൂ അടിപൊളിയാണ്. അതൊക്കെ നൈസല്ലേ? ഒരു അരുവിയൊക്കെ ഒഴുകുന്ന ഒരു നല്ലൊരു മലയോര ഗ്രാമം കണ്ടോ. ചുറ്റും മലകളാൽ ചുറ്റപ്പെട്ടിട്ട് നമ്മളിപ്പോൾ മല ഇറങ്ങിയിട്ടാണ് ഇപ്പോൾ താഴേക്ക് എത്തിയത്. ചെറിയ അരുവിയൊക്കെ ഒഴുകി പോകുന്നുണ്ട് ഇതുവഴി. നല്ല കിടിലൻ ക്ലൈമറ്റ്, നല്ല കിടിലൻ ആംബിയൻസ്. ഇതും മറ്റൊരു വാട്ടർഫോളാണ് കേട്ടോ. മേളിൽ നിന്ന് നല്ല ഹൈറ്റിൽ നിന്ന് വരുന്നതാണ്. ഇവിടെ നമുക്ക് ഇറങ്ങുന്നതിന് ഒരു കുഴപ്പമൊന്നുമില്ല. ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് കാലൊക്കെ നനയ്ക്കുകയൊക്കെ ചെയ്യാം. ഇറങ്ങി കുളിക്കാനുള്ള ആ ഒരു ഏരിയ ഒന്നും ഇല്ല. നല്ല രസമാട്ടോ ഈ ഒരു കാടൊക്കെ, കണ്ടില്ലേ? ഇവിടെ നോക്കും ചുറ്റും കാടാണെങ്കിൽ ഇത് എസ്റ്റേറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ് കേട്ടോ. ആൾക്കാരൊക്കെ ഉള്ള സ്ഥലം തന്നെ. നമ്മൾ കേരളത്തിൽ പല കാടുകളിൽ പോയാലും എന്താ ഇങ്ങനത്തെ ഒരു ആംബിയൻസ് ഉള്ളൊരു കാട് അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. കാരണം വല്ലാത്തൊരു മലയുടെ താഴെ കൂടെയുള്ളൊരു റോഡും നല്ല ക്ലൈമറ്റ്, നല്ല അറ്റ്മോസ്ഫിയർ, ജനവാസ മേഖലയാണ്. അതായത് എസ്റ്റേറ്റിൻ്റെ ജീവനക്കാരും പണിക്കാരൊക്കെ താമസിക്കുന്ന ആൾക്കാരൊക്കെ ഉള്ള സ്ഥലം തന്നെയാണ്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ കാണാനായിട്ട്. സമയം രാവിലെ 10 മണി ആയിട്ടേ ഉള്ളൂ. പക്ഷേ ഇവിടുത്തെ ഒരു ആംബിയൻസ് കണ്ടില്ലേ? കാടിൻ്റെ ഒരു അന്തരീക്ഷവും ആ ഒരു കാടിൻ്റെ സൗണ്ടും ഒരു മഴക്കോള്, ഒരു സന്ധ്യയായൊരു ഫീലാണ് ഇപ്പോഴും കിട്ടുന്നത്. വെയിലൊന്നും ഇല്ലാതെ നല്ല ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷം. ഗൈസ്, മേളിൽ കുരങ്ങന്മാരുണ്ട്. ഇത് കരിങ്കുരങ്ങന്മാരാണെന്ന് തോന്നുന്നു അല്ലേ? സിംഹവാലനല്ല തന്നെയല്ലോ. അല്ല, സിംഹവാലനല്ല, കരിങ്കുരങ്ങന്മാരാണ്. തലയിൽ തലയിൽ തൊപ്പിയുണ്ട്. കണ്ടോ? ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിഞ്ഞു. ഇവിടെ നിർത്തിക്കടാ, കണ്ടോ? ക്യാമറയ്ക്ക് സൂമിങ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ എത്തില്ല കേട്ടോ കരിങ്കുരങ്ങന്മാർ. ഗൈസ്, അങ്ങനെ മറ്റൊരു വാട്ടർഫോൾസിലെത്തി. എനിക്ക് തോന്നുന്നു ഇതായിരിക്കും തലനാർ വാട്ടർഫോൾസ്. ഇതാണെന്ന് തോന്നുന്നു. ഇറങ്ങാനൊന്നും പാടില്ല, പക്ഷെ എന്നാലും ഇവിടെയൊക്കെ കണ്ടില്ലേ? ഇവിടെയൊക്കെ ഇറങ്ങി വേണമെന്നുണ്ടെങ്കിൽ കുളിക്കാൻ പറ്റുന്ന സ്ഥലമൊക്കെ തന്നെ. അവിടെയൊക്കെ ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. ഇതാണ് തലനാറിലെ റോഡ്. പിന്നെ റോഡൊരു ഡെഡ് എൻഡ് ആണെന്നാണ് പറഞ്ഞത്. അപ്പം മാക്സിമം എവിടെ വരെ പോകുന്ന നോക്കട്ടെ. ഇതിൻ്റെ അടുത്തൊക്കെ തന്നെ മാക്സിമം റോഡ് ഇവിടെ വരെയൊക്കെ ഉള്ളൂ. കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. പോയി നോക്കാലടാ. ഇവിടെ ഇത്രയും മാത്രമേ നമുക്ക് കുറച്ച് വീടുകൾ കാണാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ ആയിരിക്കും ആൾക്കാർ താമസിക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ട സ്നോ ടവർ ആട്ടോ ഇത്. ഇതിൻ്റെ മുകളിലുള്ള കാടിൻ്റെ എത്രത്തോളാണ് നിങ്ങൾ കാണിച്ചു തരാം. കണ്ടില്ലേ? എന്തുമാത്രം കാറ്റാന്നില്ല. കാറ്റ് ഓ
കോട മേളോട്ട് കയറി പോകുന്നുണ്ടോ? താഴെ ആളിയാർ ഡാമിൻ്റെ കാഴ്ചകൾ. കോട ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക വെള്ളേക്ക്. കാറ്റടിക്കുന്നതുകൊണ്ട് എനിക്ക് വോയിസ് എത്രത്തോളം കേൾക്കുന്നുണ്ടെന്ന് അറിഞ്ഞൂടാ. ടോപ്പിൽ അവിടെ എവിടെയോ നിന്നിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തത് അങ്ങോട്ട് പോകുന്നത്. അതാണ് ഏറ്റവും ടോപ്പ് പോയിട്ട് കേട്ടോ. കിടിലം കാറ്റ് കേരള. കോട പെട്ടെന്നങ്ങ് മാറി അങ്ങോട്ട് പോയി. ഇടയ്ക്ക് വെച്ചൊരു ടൈം ലാപ്സ് എടുത്തതാണ്. ക്യാമറ കയ്യിൽ വെക്കാനേ പറ്റുള്ളൂ. സ്റ്റാൻഡിൽ വെച്ച് കഴിഞ്ഞാൽ പറന്നു പോകും. കയ്യിൽ വെച്ചെടുത്തപ്പോൾ തണുപ്പ് കാരണം കൈ വറച്ചിട്ട് ഈ ഒരു അവസ്ഥയിലാണ് ടൈം ലാപ്സ് നമുക്ക് കിട്ടിയത്. അവിടെ കോട മേളേക്ക് കയറിപ്പോണ്ടോ? പിന്നല്ലാതെ അങ്ങനെ തലനാരിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വാച്ച് ടവറിൻ്റെ മേലെ നിന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ ഗൈസ്, തലനാരിലെ കാഴ്ചകൾ ഇതൊക്കെയാണ് കേട്ടോ. ഇന്നും അധികം ആൾക്കാർ എക്സ്പ്ലോർ ചെയ്യാത്ത വാൽപ്പാറയിലെ ഒരു സ്ഥലമാണ് കേട്ടോ തലനാര്. അപ്പോൾ വാൽപ്പാറ വഴി നമ്മൾ പൊള്ളാച്ചി വഴി വരാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് വരാണെന്നുണ്ടെങ്കിലോ വാൽപ്പാറ വരാണെന്നുണ്ടെങ്കിലോ ഉറപ്പായിട്ടും മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസാണ് വാൽപ്പാറയിലെ തലനാർ എസ്റ്റേറ്റ്. തലനാർ വാട്ടർഫോൾ വരെ നമുക്ക് പോകാം. ടോട്ടൽ ഒരു 20 കിലോമീറ്ററൊക്കെ ഉണ്ടാവും. ഈ 15 കിലോമീറ്ററോളം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വ്യൂ പോയിൻറ്റും ഇവിടുത്തെ കാറ്റും ഇവിടുത്തെ അറ്റ്മോസ്ഫിയറൊക്കെ എൻജോയ് ചെയ്യാം. ഒരു വർത്തായിട്ടുള്ള പ്ലേസാണ്. ഒരിക്കലും വന്നിട്ട് നമുക്ക് എന്താണ് വരേണ്ടായിരുന്നു എന്ന് തോന്നില്ല. മസ്റ്റ് ആയിട്ടുള്ള ഒരു മസ്റ്റ് വിസിറ്റ് ഒരു പ്ലേസാണ്. അപ്പോൾ സ്നോ പോയിൻ്റ് എന്നാണ് ഈ ഒരു സ്ഥലം അറിയപ്പെടുന്നത്. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതൊരിക്കും ബൈ ഫ്രം എക്സോട്ടിക് ബീസ്റ്റ്. ഈ പുറകെ കാണുന്ന കേട്ടോ നമ്മുടെ നേരത്തെ കയറിപ്പോയ ചെക്ക് പോസ്റ്റ്. അന്നേരം വീഡിയോ എടുത്തില്ല. പുലിയെ കണ്ട സ്ഥലം. ഇവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. പിള്ളേരൊക്കെ കളിക്കുന്നുണ്ട്.